ഒരു റാബിസ് വാക്സിൻ എടുത്തുകൊണ്ട് നേരെ പുനലൂർ താലൂക്കിൽ കൊണ്ടുപോയി അവിടെ കാണിച്ച് ഇഞ്ചക്ഷൻ എടുത്തു. മുറിവിന് ചുറ്റും ഇഞ്ചക്ഷൻ എടുത്ത് ഒരു 2:30 ആയപ്പോഴത്തേക്ക് മുറിവിന് ചുറ്റും ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഡോക്ടർ പറഞ്ഞു സർജനെ മുറിവ് കാണിച്ചെങ്കിൽ മാത്രമേ ഡ്രസ്സ് ചെയ്യാവോ സ്റ്റിച്ച് ചെയ്യാവോ എന്നറിയാവോ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടുത്തെ സർജനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് കുട്ടികളെ നോക്കി പരിചയമില്ല, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. 29-ാം തീയതി രാത്രി ആയപ്പോഴത്തേക്കും ഈ ബാക്കിലൊരു ചെറിയ മുറിവുണ്ടായിരുന്നു, അതിനകത്തൊരു കുത്തിവലി വന്നു. അങ്ങനെ കുത്തിവലി വന്നു, ബാക്കിയുള്ള മുറിവിനെല്ലാം കുത്തിവലിയായി, കൈ പിന്നെ വേദനയായി. അങ്ങനെ രാത്രി ഒരു 2 മണിയായപ്പോഴത്തേക്ക് ടെമ്പറേച്ചർ കൂടിയിട്ട് ഞാൻ മെഡിസിറ്റി തന്നെ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ മുറിവിൽ നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, മുറിവെല്ലാം കരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അമൽ തേനമ്പറമ്പിൽ തുടരുന്നുണ്ട്. അമൽ, ഇപ്പോൾ അമ്മയുടെ പ്രതികരണം കേട്ടു. നേരത്തെ സൂപ്രണ്ട് വ്യക്തമാക്കി കടിയേൽക്കുന്നതിൻ്റെ ഒരു ഗൗരവം, അതൊക്കെ ഈ വാക്സിൻ ഫലപ്രദമാകാനുള്ള പ്രധാന ഘടകങ്ങളാണ്. ആശങ്ക അരുത് എന്നുകൂടിയാണ്. ഈ കടി ഏറ്റുകഴിഞ്ഞാൽ ചെയ്യേണ്ട മുൻകരുതൽ എന്ന നിലയിൽ അവർ എല്ലാ കാര്യങ്ങളും, ആ വീട്ടുകാർ എല്ലാ കാര്യങ്ങളും ചെയ്താണ്. പിന്നീട് മുറിവിൽ വേദന കൂടിയപ്പോൾ വീണ്ടും ആശുപത്രിയിൽ പോയി. ഇങ്ങനെ സ്ഥിതി മോശമാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. എങ്കിലും SIT ആശുപത്രിയിൽ പരമാവധി വേഗത്തിൽ കുട്ടി സുഖം പ്രാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അമൽ, സൂപ്രണ്ട് അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. കുട്ടിയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് തുടങ്ങിയ കാര്യങ്ങളിലും കൂടുതൽ കാര്യങ്ങൾ ദിവിഷ, അതായത് ഈ കുട്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് സൂപ്രണ്ടിൻ്റെ പ്രതികരണം നമ്മൾ കേട്ടു, അതോടൊപ്പം തന്നെ അമ്മയുടെ പ്രതികരണം നമ്മൾ കേട്ടു. 7 വയസ്സുള്ള കുഞ്ഞാണ്. അല്പം നിരാശ ഉള്ള പ്രതികരണമാണ് രണ്ടുപേരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വെന്റിലേറ്ററിലാണ്, അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്ന് പറയുന്നു. പക്ഷേ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് SIT ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. സൂപ്രണ്ട് ബിന്ദുവിൻ്റെ പ്രതികരണമാണ് അല്പം മുമ്പ് നമ്മൾ കേട്ടത്. ഇവിടേക്ക് എത്തുമ്പോൾ തന്നെ ആരോഗ്യനില മോശമായ അവസ്ഥയിലായിരുന്നു. ഇവർ വാക്സിൻ എടുക്കാത്തതിൻ്റെ പ്രശ്നമല്ല, വാക്സിനൊക്കെ കൃത്യമായി തന്നെ എടുത്തു പോന്നിരുന്നു. പക്ഷേ ആ എടുത്ത വാക്സിൻ എത്രത്തോളം ഫലപ്രദമായി കുഞ്ഞിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ ഉപയോഗപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ഈ കുഞ്ഞിന് കടിയേറ്റത് 8-ാം തീയതിയാണ്. 8-ാം തീയതി കടിയേൽക്കുന്നു. അന്ന് തന്നെ അവിടെയുള്ള വിളക്കുടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പോയി വാക്സിൻ എടുക്കുന്നു. ആ വാക്സിൻ എടുത്ത ശേഷം പിന്നീട് 2-ാം ഡോസ്, ആ വാക്സിൻ്റെ 2-ാം ഡോസ് 11-ാം തീയതിയാണ് ഉണ്ടായിരുന്നത്. അതും കൃത്യസമയത്ത് തന്നെ എടുക്കുന്നുണ്ട്. അതോടൊപ്പം 15-ാം തീയതിയുള്ള 3-ാം ഡോസ് വാക്സിനും എടുത്തു. ഇനി അവശേഷിക്കുന്നത് ഒറ്റ ഡോസ് മാത്രമാണ്. അത് ഈ വരുന്ന 6-ാം തീയതിയാണ് എടുക്കേണ്ടത്. ആ 6-ാം തീയതി വാക്സിൻ എടുക്കാനായി കാത്തിരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ കയ്യിലെ മുറിവ് മുട്ടിൻ്റെ ഭാഗത്തായിരുന്നു, കൈമുട്ടിൻ്റെ ഭാഗത്തായിരുന്നു മുറിവുണ്ടായിരുന്നു. ആ മുറിവ് ഉണങ്ങിയിരുന്നു. പക്ഷേ ആ മുറിവ് ഉണങ്ങുമ്പോഴും ശരീരത്തിനുള്ളിൽ ഈ ശരി അമൽ, എന്തായാലും